നമസ്കാരം. ഇന്ത്യയിൽ സെൻസസ് 2027 ആരംഭിക്കാൻ പോവുകയാണ്. ഈ കണക്കെടുപ്പിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം ഇത് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നടത്താൻ പോകുന്നത്. ആദ്യഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ്. എന്നുവെച്ചാൽ ഓരോ വീടുകളുടെയും കണക്കെടുക്കുന്ന ജോലിയാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ ഘട്ടത്തിൽ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള എന്യൂമറേറ്റേഴ്സ് തങ്ങളുടെ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. എന്നാലും ഈ പ്രക്രിയ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയും പൂർത്തിയാക്കാവുന്നതാണ്. കുടുംബനാഥനോ നാഥയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിന് പോർട്ടൽ സന്ദർശിച്ച് വീടിനെയും അവിടെ ലഭ്യമായ സൗകര്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പൂരിപ്പിക്കാൻ കഴിയും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ലോഗിൻ ചെയ്യാൻ കഴിയൂ. മാത്രമല്ല, അത് കുടുംബനാഥന്റെയോ നാഥയുടെയോ പേരിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒരു തവണ ഒരു മൊബൈൽ നമ്പർ സെൽഫ് എന്യൂമറേഷനായി രജിസ്റ്റർ ചെയ്താൽ അത് മറ്റൊരു കുടുംബത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. കുടുംബനാഥന്റെയോ നാഥയുടെയോ പേര് മാറ്റാനും കഴിയുകയില്ല. ജനങ്ങൾ സെൽഫ് എന്യൂമറേഷൻ നടത്തുകയാണെങ്കിൽ വിവരശേഖരണ പ്രക്രിയ വളരെ എളുപ്പത്തിലും വേഗത്തിലും അവസാനിക്കും. സെൽഫ് എന്യൂമറേഷൻ ഒരു പ്രത്യേക സൗകര്യമാണ്. താങ്കളുടെ സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിലോ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കുന്നതിന് 15 ദിവസങ്ങൾക്ക് മുൻപ് ഈ സൗകര്യം ലഭ്യമാകും. താല്പര്യമുള്ളവർ ഈ സൗകര്യം ഉപയോഗിച്ച് താങ്കളുടെ വിവരങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം SC പോർട്ടൽ ഓപ്പൺ ചെയ്യുക. തുടർന്ന് താങ്കളുടെ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം തിരഞ്ഞെടുത്ത് ക്യാപ്ച പൂരിപ്പിക്കുക. പിന്നെ വരുന്ന സ്വാഗതം സ്ക്രീന് അടുത്ത ഘട്ടത്തിലേക്ക് മാർഗം കാണിച്ചു തരും. കുടുംബനാഥ, ഉദാഹരണത്തിന് സുശീല ദേവി, അവരുടെ പേരും മൊബൈൽ നമ്പരും നൽകുന്നു. താങ്കൾക്ക് സൗകര്യപ്രദമായ ഭാഷ തിരഞ്ഞെടുക്കുക. തുടർന്ന് ഒരു OTP വഴി വെരിഫിക്കേഷൻ നടത്തപ്പെടും. ഈ പ്രവർത്തന രീതി തികച്ചും സുരക്ഷിതവും വളരെ ലളിതവുമാണ്. താങ്കളുടെ ജില്ലയും ഏറ്റവും അടുത്തുള്ള സ്ഥല സൂചകങ്ങളും തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാപ്പിൽ താങ്കൾ അന്വേഷിക്കുന്ന സ്ഥലം കാണിക്കുന്ന രീതിയിൽ ഒരു മാർക്കർ ദൃശ്യമാകും. ആ മാർക്കറിനെ താങ്കളുടെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് നീക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഒരു HLO ചോദ്യാവലി പേജ് ഓപ്പൺ ആകും. കൂടുതൽ ചോദ്യങ്ങളും ഓപ്ഷൻ ഉള്ളവയായിരിക്കും. പേരുകൾ ടൈപ്പ് ചെയ്യാൻ ഒരു ഫോണറ്റിക് വിർച്വൽ കീബോർഡും ഉണ്ടായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഉടനെ പരിഹരിക്കാൻ FAQകളും ടൂൾ ടിപ്സും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ചോദ്യമോ വിവരമോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ അത് ഓട്ടോമാറ്റിക്കായി ഓർമ്മപ്പെടുത്തും. വിവരമെല്ലാം പൂരിപ്പിച്ചതിന് ശേഷം അവ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ആവശ്യമെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. വിവരം ഡ്രാഫ്റ്റായി സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം Hൽ തുടങ്ങുന്ന ഒരു 11 അക്ക SCID സ്ക്രീനിൽ ദൃശ്യമാകും. ഇത് നിങ്ങൾക്ക് SMS വഴിയും ലഭിക്കും. എന്യൂമറേറ്റർ താങ്കളുടെ വീട്ടിൽ സന്ദർശിക്കുമ്പോൾ ഈ SCID അവർക്ക് കൈമാറുക. താങ്കൾ നൽകുന്ന കൃത്യമായ വിവരങ്ങൾ നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, യഥാർത്ഥ സ്ഥിതിവിവരക്കണക്ക് നൽകുകയും ചെയ്യുന്നു. അതിനാൽ ഇതിൽ പങ്കാളിയാവുകയും താങ്കളുടെ സഹകരണം ഉറപ്പാക്കുകയും ചെയ്യുക. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.